Good evening. Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എല്ലാവരും തന്നെ വായിച്ചായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? റിപ്ലൈ ഇല്ലല്ലോ, വായിച്ചില്ലേ? എനിക്ക് വായിക്കാൻ സമയമില്ല മിസ്സേ, ഞാൻ സ്കൂളിൽ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. മിസ്സേ വൈവ എപ്പോഴായിരിക്കും? ഡിപ്ലോമ വൈവ ഏത് ബാച്ചാണ്? MT6. അത് നിങ്ങൾ അറിയിക്കട്ടോ, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഏതാണെന്ന് അറിയില്ല. ഈ ഡിപ്ലോമ എക്സാം കഴിഞ്ഞ ഉടനെ ഉണ്ടാവോ അതോ ഓഗസ്റ്റിൽ ഉണ്ടാവോ? സർക്കുലർ വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 6 നിങ്ങളുടെ എക്സാം ഒക്കെ എപ്പോഴാണ്? എക്സാം എന്നാണ്? 16-ാം തീയതി, ഈ അടുത്ത വരുന്ന ബുധനാഴ്ച ആണല്ലേ? എന്ന് വരെയുണ്ട് എക്സാം? അയ്യോ, കറക്റ്റ് ഡേറ്റ് അറിയില്ല മിസ്സേ. അറിയില്ലല്ലേ? 23-ാം തീയതി വരെ ഉണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോ ഓഗസ്റ്റിലാവാം വൈവ നടക്കുന്നത് കേട്ടോ. കറക്റ്റ് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. എല്ലാരും റെഡി അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വൺ പറയാനുള്ളത് ടൈപ്സ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. അതായത് സ്കൂളിൽ സൂക്ഷിക്കുന്ന സ്കൂൾ റെക്കോർഡുകളും രജിസ്റ്റേഴ്സും. ഇത് പല ടൈപ്പിലുണ്ട്. അപ്പോ സ്കൂൾ റെക്കോർഡ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോവിംഗ് ഹെഡ്സ്. താഴെ പറയുന്ന രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്കൂൾ റെക്കോർഡ്സും രജിസ്റ്റേഴ്സും ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ജനറൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് പൊതുവായിട്ടുള്ള ചില റെക്കോർഡുകൾ. അതിനകത്ത് ആദ്യം വരുന്നതാണ് കലണ്ടർ എന്ന് പറയുന്നത്. എന്താണ് കലണ്ടറിൽ ഉണ്ടാവുക? കലണ്ടർ, സ്കൂൾ കലണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് പറഞ്ഞേ നിങ്ങള്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും? ഡേയ്സ് ഉണ്ടാവും. അവധി ദിവസങ്ങളുണ്ടാവും. ആ, സ്കൂളിലെ എന്തെങ്കിലും പ്രോഗ്രാംസിന്റെ ഡേറ്റുകൾ ഉണ്ടാവും, ആനിവേഴ്സറി അങ്ങനത്തെ ഡേറ്റുകൾ. ഓക്കെ ഓക്കെ. അതായത് എക്സാമിനേഷൻ ഷെഡ്യൂൾസ് ഉണ്ടാകും. ഓക്കെ, സ്കൂൾ കലണ്ടറിൽ എക്സാമിനേഷൻ ഷെഡ്യൂൾസ് ഉണ്ടാവും, ഹോളിഡേയ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ വെക്കേഷൻസ് ഉണ്ടാകും. പിന്നെ ടേം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, ടേം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്തൊക്കെയാണ് എക്സാമിനേഷൻ ഷെഡ്യൂൾസ് ഉണ്ടാകും. ഓക്കെ, വരുന്ന പരീക്ഷകളുടെ ഒക്കെ ഒരു സമയക്രമം, അതുപോലെ തീയതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹോളിഡേയ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ വെക്കേഷൻസ് ഉണ്ടാകും. പിന്നെ ടേം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് കലണ്ടറിൽ ഉണ്ടാകുന്നത്. എന്താ മീറ്റിംഗ് ഉണ്ടോ? അത് ഷെഡ്യൂൾ എന്താണ്? സ്റ്റാഫ് മീറ്റിംഗ് ക്ലിയർ അല്ല പറയുന്നേ. സ്റ്റാഫ് മീറ്റിംഗ് സ്റ്റാഫ് മീറ്റിംഗ്സോ? സ്റ്റാഫ് മീറ്റിംഗ്സ് വേണമെങ്കിൽ നമുക്ക് പറയാനുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത് കേട്ടോ. ഡേറ്റ്സുകളാണ് പ്രധാനമായിട്ട് സ്കൂൾ കലണ്ടറിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് ലോഗ് ബുക്ക് ആണ്.
ലോങ് ബുക്ക് കേട്ടോ. ലോങ് ബുക്ക് എന്താണെന്ന് പറയാം. അതായത് മെയിൻറ്റെയിനിങ് ഇമ്പോർട്ടന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അക്കാദമിക് ഇൻഫോർമേഷൻ. അതായത് ഒരു സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അക്കാദമിക് ഇൻഫർമേഷൻസ്, അതായത് അവിടെയുള്ള എന്താ പറയാ ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങള്, ഇതിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളാണ് ലോങ് ബുക്കിൽ സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. മെയിൻറ്റെയിനിങ് ഇമ്പോർട്ടന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അക്കാദമിക് ഇൻഫോർമേഷൻ. Maintaining important administrative and academic information. പിന്നാണ് എന്തിൽ സൂക്ഷിക്കുന്നത്? ലോങ് ബുക്കില് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മിസ് ഒന്നുകൂടി പറയാവോ? ഒന്നുകൂടി പറയാം. മെയിൻറ്റെയിനിങ് ഇമ്പോർട്ടന്റ് അഡ്മിനിസ്ട്രേറ്റീവ് and academic information. Maintaining important administrative and academic information. മിസ് ലോങ് ബുക്കിന്റെ അല്ലേ ഇത്? ലോങ് ബുക്ക് കേട്ടോ. ലോങ് ബുക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വിസിറ്റേഴ്സ് ബുക്ക് ആണ്. വിസിറ്റേഴ്സ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേരിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എന്തിനെ കുറിച്ചിട്ടാണ് ഉണ്ടാവും അതിനകത്ത്. വിസിറ്റേഴ്സ് ബുക്കില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? വിസിറ്റേഴ്സ് ബുക്ക് അതിനെ കുറിച്ച് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് വിസിറ്റേഴ്സ്. അതായത് സ്കൂളിൽ പല ആളുകളും വിസിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പോ അവരുടെ ഡീറ്റെയിൽസ് ഓഫ് വിസിറ്റേഴ്സ്, അതുപോലെ തന്നെ അവരുടെ നെയിം എന്താണ്, അവരുടെ പേരെന്താണ്, അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം, അവര് വന്ന തീയതി എന്താണ്, അവരെ സ്കൂൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ടൈം എപ്പോഴാണ്, പിന്നെ പർപ്പസ് ഓഫ് വിസിറ്റ്, അവരെന്തിനു വേണ്ടിയിട്ടാണ് സ്കൂൾ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ സ്കൂളിൽ ഒരു കുട്ടിയെ കാണണമെങ്കിൽ, അതായത് പുറത്തുനിന്നുള്ള ഒരാളാകാം, ചിലപ്പോൾ കുട്ടിയെ കാണാൻ വന്നിട്ടുള്ളതാകാം, അപ്പോ ആ വ്യക്തിയുടെ പേര് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ വിസിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. എവിടെ നിന്നാണ് അദ്ദേഹം വന്നത്, ഏത് സ്ഥലത്ത് നിന്നാണ് വന്നത്, കുട്ടിയുമായിട്ടുള്ള ബന്ധം, അതുപോലെ എന്താണ്, ഏത് ഡേറ്റിനാണ് വന്നത്, ഏത് ടൈമിനാണ് വന്നത്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യവും എന്ത് ചെയ്തിരിക്കണം, ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, 3 കാര്യങ്ങൾ നോക്കിയാണോ? കലണ്ടർ, ലോങ് ബുക്ക്, വിസിറ്റേഴ്സ് ബുക്ക്. ഓക്കെയാണ്. ഇതില് കലണ്ടറിനെ കുറിച്ചാ പറയണേ? കലണ്ടറിൽ എക്സാമിനേഷൻ ഷെഡ്യൂൾ ഉണ്ടാകും, ഹോളിഡേയ്സ് ഉണ്ടാവും, വെക്കേഷൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്, ടൈം എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, മിസ്, ഈ വിസിറ്റേഴ്സ് ബുക്കിലെ ഒഫീഷ്യൽ വിസിറ്റിംഗിന്റെ അവരെ കുറിച്ചുണ്ടാവോ, അതോ കുട്ടികളെ കാണാൻ വരുന്നതാണ്? ഇല്ല, എല്ലാരും ഉണ്ടാവും. ഒഫീഷ്യൽ വിസിറ്റിംഗിന്റെ ഉണ്ടാവും കേട്ടോ. ഒഫീഷ്യൽ വിസിറ്റിംഗ്സും ഉണ്ടാവും അതിനകത്ത്. ആ ഒരു ഇതും കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അടുത്തത് സർവീസ് രജിസ്റ്റേഴ്സ് ഓഫ് ദ എംപ്ലോയീസ്. എന്തിനെ കുറിച്ചാ പറയുന്നത്? സർവീസ് രജിസ്റ്റേഴ്സ് ഓഫ് ദ എംപ്ലോയീസ്. ടീച്ചേഴ്സ് രജിസ്റ്റർ ചെയ്ത് നോക്കാം. സർവീസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് എംപ്ലോയീസിന്റെ സർവീസ് രജിസ്റ്റർ ആണ് അത് ഉദ്ദേശിക്കുന്നത്. Documents that records all the important events in their career from recruitment to retirement. അതായത് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, എംപ്ലോയീസിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ റിക്രൂട്ട്മെന്റ് തുടങ്ങി റിട്ടയർമെന്റ് വരെയുള്ള സകല ഡീറ്റെയിൽസും രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്ത്, സർവീസ് രജിസ്റ്റേഴ്സ് ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡോക്യുമെന്റ്സ് ദാറ്റ് റെക്കോർഡ്സ് ഓൾ ദ ഇമ്പോർട്ടന്റ് ഈവന്റ്സ് ഇൻ ദെയർ കാരിയർ. ഓക്കെ, അവരുടെ എന്താ പറയുക ഒരു ജേർണി ഉണ്ടല്ലോ, അവരുടെ ഒരു അതായത് അവര്
ജോലിക്ക് ജോയിൻ ചെയ്ത് തുടങ്ങി റിട്ടയർമെന്റ് ആകുന്ന വരെയുള്ള ആ ഒരു ജേണിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ഓവറോൾ പ്രോഗ്രസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. ഈ എംപ്ലോയ്മെന്റ് ലെറ്ററിൽ ഉണ്ടാവുന്ന സമയത്ത് കൊടുക്കുന്ന സാലറി ഇൻക്രിമെന്റ് അത് മൊത്തം ഈ സർവീസ് രജിസ്റ്റർ ഓഫ് എംപ്ലോയീസിലേക്ക് ഉണ്ടാവുക? എംപ്ലോയിഡ് സാലറി ഒക്കെ അല്ലെ, അത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇതിപ്പോ നോട്ട് ചെയ്ത് വെക്കിട്ടോ, ഞാൻ പറഞ്ഞുതരാം. ലോങ് ബുക്ക് ആണോ ലോഗ് ബുക്ക് ആണോ? ലോങ് ബുക്ക് ശരിയാണല്ലോ. ലോഗ് ബുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ലോഗ് ആണോ കൊടുത്തിരിക്കുന്നത്? ഞങ്ങളുടെ ടെക്സ്റ്റിൽ പിന്നെ അത് കഴിഞ്ഞ് താഴെ അതിന്റെ ഡെഫിനിഷൻ ബ്രീഫ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ലോഗ് ബുക്ക് എന്നാ കൊടുത്തിരിക്കണം. ലോഗ് ബുക്ക് ആണ് കേട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റിയ. ലോഗ് ബുക്ക് ആണ്, ലോങ് അല്ല കേട്ടോ, ലോഗ് ബുക്ക് ആണ്. ലോഗ് ബുക്ക് കേട്ടോ. ഓക്കെ, ലോങ് അല്ല കേട്ടോ, ലോഗാണ്, LOG. താഴെയായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ലോഗ് എന്ന് കാണാൻ പറ്റും കേട്ടോ. ലോഗ് ബുക്ക് ആണ്. ഓക്കെ, അടുത്തത് അഡ്മിഷൻ രജിസ്റ്റർ ആണ്. അഡ്മിഷൻ രജിസ്റ്റർ എന്തായിരിക്കും? അഡ്മിഷൻ രജിസ്റ്റർ കുട്ടികളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും, കുട്ടികളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അഡ്മിഷൻ രജിസ്റ്ററിൽ വരുന്നത്. ദെൻ പേഴ്സണൽ റെക്കോർഡ് ഓഫ് ദ ടീച്ചേഴ്സ്, അതായത് ടീച്ചേഴ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സണൽ റെക്കോർഡിലാണ് വരുന്നത്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫയല്, നമ്മുടെ TCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. ഡ്യൂട്ടി രജിസ്റ്റർ ഓഫ് ദ ടീച്ചേഴ്സ്, അതായത് ഓരോരുത്തർക്കും ഓരോ ജോലികളായിരിക്കും കൊടുക്കുന്നത് അല്ലെ, ഓരോ ടോപ്പിക് എടുക്കാനും ഓരോ വിഷയങ്ങളൊക്കെ എടുക്കാനായിരിക്കും കൊടുക്കുന്നത്. അവരുടെ ജോലി എങ്ങനെയാണ്, ഓരോരുത്തർക്ക് എങ്ങനെയാണ് അവരുടെ വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഡ്യൂട്ടി രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതർ ബുക്സ്, അതായത് ഇത് കൂടാതെ മറ്റു ചില ബുക്കുകൾ എവിടെ സൂക്ഷിക്കുന്നുണ്ട്, ജനറൽ റെക്കോർഡിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ കലണ്ടർ നോക്കി വെക്കുക, ലോഗ് ബുക്ക് നോക്കി വെക്കുക, വിസിറ്റേഴ്സ് ബുക്ക്, സർവീസ് രജിസ്റ്റർ, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ലോഗ് ബുക്ക് ഇമ്പോർട്ടന്റ്. ഈ വായനാ ദിനം, അധ്യാപക ദിനം, അങ്ങനെയൊക്കെ ഞാനന്ന് പോയപ്പോ അവർ എഴുതുന്നത് കണ്ടോ? ഞാൻ ഏതിലാണെന്നൊന്നും നോക്കിയില്ല. അങ്ങനെയുള്ളത് ഏത് ബുക്കിലാണ് മാം റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കുക? അത് കലണ്ടറിൽ ഉണ്ടാവും. പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒക്കെ കലണ്ടറിൽ ഉണ്ടാകും, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടാകും. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിക്കോളൂ കേട്ടോ. ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഫൈനാൻഷ്യൽ റെക്കോർഡ്സിൽ ആദ്യം വരുന്നത് അക്വിറ്റൻസ് റോൾ ആണ്. അക്വിറ്റൻസ് റോൾ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾക്ക് അതായത് സ്കൂളിൽ വരുന്ന വരുമാനം, ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ് ഫിനാൻഷ്യൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യത്തേതാണ് അക്വിറ്റൻസ് റോൾ എന്ന് പറയുന്നത്. ഇത് പറയുന്നത് എംപ്ലോയീസിന്റെ അക്വിറ്റൻസ് റോൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എംപ്ലോയീസിന്റെ സാലറിനെ പറ്റിയിട്ടാണ്, ഈ സാലറിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് കേട്ടോ. ശമ്പള വിതരണം, ഓക്കെ, അല്ലെങ്കിൽ സാലറി പാക്കേജ്, അതിനെ കുറിച്ചിട്ടാണ് അക്വിറ്റൻസ് റോളിൽ പറയുന്നത്. ഓരോരുത്തർക്ക് എത്രയാണ് സാലറി കൊടുക്കുന്നത്, അതായത് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനേക്കാൾ കൂടുതൽ വരുമാനം വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഉണ്ടാവാം അല്ലെ? സാലറിയിൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അപ്പൊ അക്വിറ്റൻസ് റോൾ എന്ന് പറഞ്ഞാല് സാലറിയെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിന്റെ അതുപോലെ പല സ്ഥലത്തും ഈ ഒരേ സമയത്ത് അപ്പോയിന്റ് ചെയ്തതാണെങ്കിൽ ഇപ്പൊ പാരലൽ കോളേജ് പോലെയുള്ള സ്ഥലത്ത് ഒരേ സമയത്ത് അപ്പോയിന്റ് ചെയ്യുന്ന അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടും അവരുടെ ഇതിനനുസരിച്ചിട്ടും സാലറിയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ അതായത് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവരുടെ സീനിയോറിറ്റി അനുസരിച്ചിട്ടൊക്കെ സാലറിയിൽ വ്യത്യാസം വരും. ഓക്കെ, അതായത് കുറെ നാളുകളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചർക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ടീച്ചർക്കും ഒരുപോലെ ആയിരിക്കില്ല സാലറി എന്ന് പറയുന്നത്. അതായത് ആ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന കൂടുതൽ കാലം വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ടീച്ചർക്കായിരിക്കും കൂടുതൽ സാലറി കൊടുക്കുക. അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. സീനിയോറിറ്റി അനുസരിച്ച് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അക്വിറ്റൻസ് റോൾ എന്ന് പറഞ്ഞാല്
ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞല്ലോ സ്റ്റുഡൻസ് വിസിറ്റേഴ്സ് ഉണ്ടാവല്ലോ, സ്റ്റുഡന്റിനെ കാണാൻ വേണ്ടി വിസിറ്റേഴ്സ് വരുമല്ലോ. അതേപോലെ ടീച്ചേഴ്സ് വിസിറ്റേഴ്സ് അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടോ? ഉണ്ടാവും. ടീച്ചേഴ്സിനെയും അവിടെ പ്രത്യേകമായിട്ട് ചില സ്കൂളുകളിൽ ഉണ്ടാവും, എല്ലാ സ്കൂളുകളിലും ഉണ്ടെന്ന് എനിക്കറിയില്ല. ചില സ്കൂളുകളിൽ ഉണ്ടാവും. പ്രധാനമായിട്ടും വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കാണാൻ വരുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. അല്ലെങ്കിൽ പല എന്താ പറയാ സ്കൂള് സന്ദർശിക്കുന്ന പല ആളുകളുണ്ട് പല കാര്യത്തിനുമായിട്ട്. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ടീച്ചേഴ്സിനെ കാണാനായിട്ട് ആരെങ്കിലും ഒരാൾ വരുമ്പോ അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടാവോ സ്കൂളുകളിൽ? അത് സ്കൂൾ അനുസരിച്ചിട്ടാണ് കൊടുക്കണം. എല്ലാ സ്കൂളുകളിലും നിർബന്ധമില്ല. കുട്ടികളെ കാണാൻ വരുവാണെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടാവും. വലിയ വലിയ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകും, ടീച്ചർക്ക് ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. ഓക്കെ, അടുത്തത് അപ്പൊ അക്യൂറ്റൻസി റോള് സാലറിയുമായി ബന്ധപ്പെട്ട്. ദെൻ കണ്ടിൻജൻസി രജിസ്റ്റർ എന്ന് പറയും. കണ്ടിൻജൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്കൂളില് എമർജൻസി ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ, അതായത് അടിയന്തര ചെലവുകൾ വരുവാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം സ്കൂളിൻ്റെതായിട്ട് വന്നു, ഓക്കെ, എമർജൻസി ഫണ്ട് ആവശ്യമായിട്ട് വന്നു, അതിനെ കുറിച്ച് പറയുന്ന റെക്കോർഡാണ് എന്ത് കണ്ടിൻജൻസി രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. എമർജൻസി ഫണ്ട് അത് രേഖപ്പെടുത്തി വെക്കുന്നത് കണ്ടിൻജൻസി രജിസ്റ്ററിലാണ്. ഓക്കെ, എമർജൻസി എക്സ്പെൻഡിച്ചർ എന്ന് എഴുതിയാൽ മതി കേട്ടോ, അടിയന്തര ചെലവുകൾ. ഓക്കെ, നെക്സ്റ്റ് ബിൽ രജിസ്റ്റർ. ബിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാത്തരം കാര്യങ്ങളുടെ ബില്ലുകളും കാര്യങ്ങളൊക്കെ, സകലമാന ബില്ലുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ആണെന്ത് ബിൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. രജിസ്റ്റർ ഓഫ് സ്കോളർഷിപ്പ്, അതും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലോ സ്കൂളുകൾ വഴി. അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്നത് ഈ സ്കോളർഷിപ്പ് രജിസ്റ്ററിലാണ്. പിന്നെ രജിസ്റ്റർ ഓഫ് ഡൊണേഷൻ, പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ഡൊണേഷൻ റിസീവ് ചെയ്യാറുണ്ട്, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്റ്റർ ആണ്, ദാറ്റ് ഈസ് രജിസ്റ്റർ ഓഫ് ഡൊണേഷൻ. ദെൻ സ്റ്റുഡൻസ് ഫണ്ട് രജിസ്റ്റർ, അതായത് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നും പലതരത്തിലുള്ള ഫണ്ടുകൾ റിസീവ് ചെയ്യാറുണ്ട്, അത് അതിന്റെ ഡീറ്റെയിൽസ് ശേഖരിച്ചു വെക്കുന്നത് സ്റ്റുഡൻസ് ഫണ്ട് രജിസ്റ്ററിൽ നിന്നാണ്. ദെൻ അടുത്തത് ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് സ്കൂളിൽ ഉണ്ടാകുന്ന വരുമാനം, ചെലവുകൾ, അതായത് ഇൻകം എത്രയാണ് ഉണ്ടായത്, അതുപോലെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് ക്യാഷ് ബുക്കിലാണ് കേട്ടോ. അതായത് സ്കൂളിൽ ഉണ്ടാകുന്ന ഇൻകം, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് ക്യാഷ് ബുക്കിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഓക്കെ ആണോ? ഇപ്പൊ ഇതൊക്കെ ഉണ്ടോ? ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? അത് ശരിയാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഇത് നോക്കണമല്ലോ, പഠിച്ചു വെക്കണമല്ലോ. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നേ, പ്യുവർ മോണ്ടിസോറി അല്ല നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, വിവിധ തരത്തിലുള്ള റെക്കോർഡുകൾ സ്കൂളുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാരും ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, എന്നാലും ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പഠിക്കാൻ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രങ്ക് കോൾ രജിസ്റ്റർ. എന്താണ്? അതായത് ട്രങ്ക് കോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ട്രങ്ക് കോൾ രജിസ്റ്റർ ട്രങ്ക് കോൾ രജിസ്റ്റർ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പണ്ട് ഇങ്ങനെ സ്റ്റീഡിയൊക്കെ വിളിക്കാനായിട്ട് ബുക്ക് ചെയ്യും ട്രങ്ക് കോള്. അതായത് ദൂരേക്കൊക്കെ വിളിക്കുമല്ലോ, സ്കൂളുകളിൽ നിന്ന് ദൂര സ്ഥലത്തേക്കൊക്കെ വിളിക്കുമല്ലോ. ലോങ് ഡിസ്റ്റൻസ് കോളിനെയാണ് ട്രങ്ക് കോൾ എന്ന് പറയുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് കോളിനെയാണ് ട്രങ്ക് കോൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് കീപ്പ് ചെയ്യുന്ന രജിസ്റ്റർ ആണെന്ത് ട്രങ്ക് കോൾ രജിസ്റ്റർ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് മിസോറാമിലേക്ക് ഒരു വിളി പോയെന്ന് വിചാരിക്കും, ഒരു കോള് പോയെന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്കൂളിന്റെ ഓഫീസിൽ നിന്ന് മിസോറാമിലേക്ക് ഒരു കോള് പോയെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള കോഴ്സുകളുടെ റെക്കോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് സ്ഥാപനത്തിലേക്കാണ് വിളിച്ചത്, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതാണ് എന്ത് ട്രങ്ക് കോൾ രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ
ഫീ കളക്ഷൻ രജിസ്റ്റർ ആണ്. ഫീ കളക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് പലതരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന റെക്കോർഡാണത് ഫീ കളക്ഷൻ രജിസ്റ്റർ. ഓക്കെ. Then next one, the correspondence records. Correspondence records എന്ന് പറഞ്ഞാല് കത്തിടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ വേണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകളാണ് താഴെ പറയുന്നത്. രജിസ്റ്റർ ഫോർ ഡിസ്പാച്ച് ആൻഡ് റിസീപ്റ്റ്സ്, അതായത് സ്കൂളുകളിൽ നിന്ന് അയച്ചതും അതുപോലെ തന്നെ സ്കൂളുകൾ സ്വീകരിച്ചതുമായിട്ടുള്ള ലെറ്ററുകൾ ഉണ്ടാവും അല്ലെ, പലതരത്തിലുള്ള കത്തിടപാടുകൾ ഉണ്ടാകും. അതിന്റെ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നതാണ് രജിസ്റ്റർ ഫോർ ഡിസ്പാച്ച് ആൻഡ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പലതരത്തിലും എന്താ പറയാ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ടാവും സ്കൂൾ അല്ലെ, സ്കൂളിലേക്കും പലതരത്തിലുള്ള കത്തുകൾ വരുന്നുണ്ടാകും. അത് വോയിസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? വോയിസ് ക്ലിയർ അല്ലേ? അപ്പോ സ്കൂളിൽ നിന്നും പലതരത്തിലുള്ള കത്തുകൾ അയച്ചിട്ടുണ്ടാകാം പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്കൂളിലേക്കും പലതരത്തിലുള്ള കത്തുകൾ റിസീവ് ചെയ്തിട്ടുണ്ടാവാം. അതിന്റെയൊക്കെ റെക്കോർഡാണ് കേട്ടോ. രണ്ടാമത്തത് ഓർഡർ സർക്കുലേഷൻ ഫയൽ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓർഡർ സംബന്ധിച്ച ഫയലുകൾ. ഓക്കെ. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള പലതരത്തിലുള്ള ഓർഡറുകൾ, ഉത്തരവുകള് സ്കൂളുകളിൽ ലഭിച്ചിട്ടുണ്ടാവും. അതിൻ്റെതായിട്ടുള്ള രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നതാണ് എന്ത് ഓർഡർ സർക്കുലേഷൻ ഫയൽ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കാഷ്വൽ ലീവ് രജിസ്റ്റർ. നമുക്കറിയാം എംപ്ലോയീസിനൊക്കെ എന്താണ് ലീവുമായി ബന്ധപ്പെട്ട്, അതായത് അവർക്ക് എടുക്കുന്ന ലീവുമായി ബന്ധപ്പെട്ട്, കാഷ്വൽ ലീവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രേഖ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് കാഷ്വൽ ലീവ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ എംപ്ലോയി ലീവ് എടുക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം, അവര് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, ലീവിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണ്ടേ, എന്നാലേ ലീവ് കിട്ടുള്ളൂ. ആണോ അല്ലയോ? അതെ അതെ. അപ്പൊ അവര് കൊടുത്തിരിക്കുന്ന ലെറ്ററുകൾ, ലീവ് ലെറ്ററുകളും മറ്റുമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഈ കാഷ്വൽ ലീവ് രജിസ്റ്ററിലാണ്. അപ്പൊ എല്ലാത്തരം ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. എത്ര പേരാണ് ലീവ് എടുത്തത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഏത് ഡേറ്റ്സിലാണ് ലീവ് എടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. രജിസ്റ്റർ ഓഫ് ഡിഒ ലെറ്റേഴ്സ്. ഡിഒ എന്ന് പറയുന്നത് ഡെമി ഒഫീഷ്യൽ എന്നാണ് പറയുക കേട്ടോ. ഡെമി ഒഫീഷ്യൽ, DEMI ഒഫീഷ്യൽ, ഡെമി ഒഫീഷ്യൽ. അതായത് ഇവിടെ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ ഇത്. അതായത് വളരെ കർശനമായിട്ട് ഉള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള, അതായത് ഒരു ഔദ്യോഗിക എന്താ പറയാ ലെറ്ററുകളാണ്. അതായത് ഇപ്പോ ഈ ലെറ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് റിസീവ് ചെയ്യുന്നതും അത് വായിക്കുന്നതും ഒക്കെ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. വേറെ ആർക്കും അതിനകത്ത് അധികാരം ഉണ്ടാവില്ല. അത്രയും അതായത് മുകളിൽ, അതായത് നമ്മുടെ എന്താ പറയാ ഹയർ അതോറിറ്റീസ് ഒക്കെ അയക്കുന്ന ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള രേഖകളൊക്കെ ഇല്ലേ, അതൊക്കെ കൈപ്പറ്റി വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ അത് വായിക്കുന്നതൊക്കെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ലെറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് DO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെമി ഒഫീഷ്യൽ. ഓക്കെ. എക്സാമിനേഷൻ ഫയൽ എക്സെട്ര, അതായത് പരീക്ഷാ വിവരങ്ങൾ സംബന്ധിച്ച രജിസ്റ്റർ. ഓക്കെ. ഇത്രയുമാണ് കറസ്പോണ്ടൻസ് റെക്കോർഡ്സിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷണൽ റെക്കോർഡ്സ് ആണ്. എഡ്യൂക്കേഷണൽ റെക്കോർഡ്സിൽ വരുന്നത് ഫസ്റ്റ് ജനറൽ ടൈം ടേബിൾ. അറിയാലോ, സ്കൂളിൽ മൊത്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാവും. നിങ്ങൾ പാർട്ട് 4 പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. അതിനത് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലെ. ജനറൽ ടൈം ടേബിൾ ഉണ്ടാവും, സ്കൂളിന്റെ മൊത്തത്തിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാവും, ടീച്ചേഴ്സിന് ഒരു ടൈം ടേബിൾ ഉണ്ടാകും. അതുപോലെ വർക്ക് ലോഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ടീച്ചേഴ്സ്, അതായത് ടീച്ചേഴ്സിന്റെ ജോലി കറക്റ്റ് ആയിട്ട് എന്താണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ടീച്ചേഴ്സ് ഡയറി, പിന്നെ ടേമിനൽ എക്സാമിനേഷൻ രജിസ്റ്റർ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി കേട്ടോ. രജിസ്റ്റർ ഫോർ മെയിൻറ്റെയിനിങ് ക്യുമുലേറ്റീവ് റിപ്പോർട്ട് കാർഡ്, അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് താഴെ ഇട്ടത് ഞാൻ പറയാം. ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ് ഓഫ് ദ ഹെഡ് മാസ്റ്റർ, ഹെഡ് മാസ്റ്ററുടെ പരിശോധനാ റിപ്പോർട്ടുകള്, ഓർഡർ ബുക്ക് ഓഫ് ദ ഹെഡ് മാസ്റ്റർ, ഹെഡ് മാസ്റ്ററുടെ ഉത്തരവുകള്, ഹെൽത്ത് കാർഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിന്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങള്, രജിസ്റ്റർ ഓഫ് പ്രൈവറ്റ് ട്യൂഷൻ, അതായത് സ്കൂളുകളിൽ ഇപ്പൊ പ്രൈവറ്റ് ട്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ, അതായത് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട്
കുട്ടികളെ ഇപ്പൊ 4 മണിക്കാണ് സ്കൂൾ വിടുന്നതെങ്കിൽ 4 മണി തൊട്ട് 5 മണി വരെ കുട്ടികളെ എക്സ്ട്രാ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രേഖകള്, പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് പണിഷ്മെന്റ്, എന്തെങ്കിലും ശിക്ഷകളൊക്കെ കൊടുക്കുവാണെങ്കിൽ അതിന്റെ രേഖകള്, ഇതൊക്കെ എഡ്യൂക്കേഷൻ റെക്കോർഡ്സിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. അടുത്തത് എക്യുപ്മെന്റ് റെക്കോർഡ്സ് ആണ്. എക്യുപ്മെന്റ് റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇന്ന് വളരെ കുറവ് ആൾക്കാരാണോ കയറിയിരിക്കുന്നത്? ഇത്രയും പേര്, ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നില്ലേ സ്റ്റുഡൻസ്? ഉണ്ടായിരുന്നു മാം. ഉണ്ട് മാം. വളരെ കുറവ് പോലെ തോന്നുന്നു. ഈ ഡിപ്ലോമ എക്സാം നടക്കാനായില്ലേ? അതായത് ഇപ്പൊ ഈ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വരുന്ന ഡിപ്ലോമ എക്സാം അല്ലേ? അപ്പൊ അത് കാരണം അവര് ഇത് കഴിഞ്ഞിട്ട്, എക്സാം കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞിട്ടാ. അതെല്ലേ, കുറെ പേര് അതുകൊണ്ടാണ് കയറാത്തത് അല്ലേ? ഓക്കെ. ഇത് നമുക്ക് നോക്കാം എക്യുപ്മെന്റ് രജിസ്റ്ററിൽ എന്തൊക്കെയാണെന്ന്. എക്യുപ്മെന്റ് റെക്കോർഡ്സ്. എക്യുപ്മെന്റ് റെക്കോർഡ്സിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റോക്ക് ബുക്ക് ഓഫ് ഫർണിച്ചർ ആൻഡ് സ്കൂൾ അപ്ലയൻസസ്. അതായത് സ്കൂളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കൂളിലുള്ള വിവിധ തരം ഫർണിച്ചറുകള്, അതുപോലെ സ്കൂള് ഉപകരണങ്ങള്, അതിന്റെയൊക്കെ രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നതാണ് കേട്ടോ സ്റ്റോക്ക് ബുക്ക് ഓഫ് ഫർണിച്ചർ ആൻഡ് സ്കൂൾ അപ്ലയൻസസ് എന്ന് പറയുന്നത്. പിന്നെ ഇഷ്യൂ രജിസ്റ്റർ ഓഫ് ഫർണിച്ചർ, അതായത് ഫർണിച്ചർ കൊണ്ടുവന്ന തീയതി, അത് എപ്പോഴാണ് കൊണ്ടുവന്നത് സ്കൂളിലേക്ക്, ഏത് കമ്പനിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഏജന്റിന്റെ നമ്പർ, ഇതൊക്കെ ഉള്ളത് ഇഷ്യൂ രജിസ്റ്റർ ഓഫ് ഫർണിച്ചർ എന്നാണ്. ഓക്കെ. ലൈബ്രറി കാറ്റലോഗ്, അതായത് ലൈബ്രറിയിൽ എത്ര തരത്തിലുള്ള ബുക്കുകൾ ഉണ്ട്, എത്ര എണ്ണമാണ് ഉള്ളത്, പല ടൈപ്പിലുള്ള ബുക്സ് ഉണ്ടാവാം അല്ലെ, കഥകളുണ്ട്, സ്റ്റോറീസ് ഉണ്ടാവാം, നോവൽസ് ഉണ്ടാവാം, പോയിന്റ്സ് ഉണ്ടാവാം, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്നതാണ് ലൈബ്രറി കാറ്റലോഗ്. ലൈബ്രറി ഇഷ്യൂ രജിസ്റ്റർ, അതായത് ലൈബ്രറിയിൽ നിന്ന് സ്റ്റുഡൻസ് അതുപോലെ ടീച്ചേഴ്സ് അവരൊക്കെ ബുക്കൊക്കെ എടുക്കുമ്പോൾ എപ്പോഴാണ് അത് അവർ കൊണ്ടുപോയത്, ഏത് ബുക്കാണ് കൊണ്ടുപോയത്, ഏത് ഡേറ്റിനാണ് കൊണ്ടുപോയത്, എപ്പോഴാണ് അത് തിരിച്ച് സബ്മിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്തിലാണ് തന്നെ ഉണ്ടാവുക, ലൈബ്രറി ഇഷ്യൂ രജിസ്റ്ററിലാണ് ഉണ്ടാവുന്നത് കേട്ടോ. സ്റ്റോക്ക് ആൻഡ് ഇഷ്യൂ രജിസ്റ്റർ, അതുപോലെ തന്നെ എന്താ പറയാ, സ്കൂളിൽ ഉള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത്, അതിന്റെ സകല ഡീറ്റെയിൽസും, എന്തൊക്കെയാണ് സ്റ്റോക്ക് തീർന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് കേട്ടോ. സ്റ്റേഷനറി രജിസ്റ്റർ എന്ന് പറഞ്ഞാല് സ്കൂളിലുള്ള നോട്ട് ബുക്കുകള്, ടെക്സ്റ്റ് ബുക്കുകള്, പെൻ, അതുപോലെ തന്നെ പേപ്പറുകൾ, ഷീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റേഷനറി രജിസ്റ്ററിൽ വരുന്നത്. എത്രത്തോളം ബുക്കുകളൊക്കെയാണുള്ളത്, അവിടെയുള്ള ഓഫീസിൽ യൂസ് ചെയ്യുന്ന സകലമായ നോട്ട് ബുക്കുകളും അതുപോലെ ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെയുള്ള എല്ലാത്തിന്റെയും ഫുൾ ഡീറ്റെയിൽസ്. പിന്നെ രജിസ്റ്റർ ഫോർ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ, നമുക്കറിയാം സ്കൂളുകളിൽ ന്യൂസ് പേപ്പർ വരുത്താറുണ്ട്, മാഗസിൻസ് വരുത്താറുണ്ട് അല്ലെ, അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് എഴുതുന്നത് ഈ ഒരു രജിസ്റ്റർ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ ആണല്ലോ? വായിച്ചിട്ട് മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അടുത്തത് മേജർ സ്കൂൾ റെക്കോർഡ്സ് ആണ് കേട്ടോ. The details of some important record have been given in the following paragraphs. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് സ്കൂൾ കലണ്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ആ സ്കൂൾ കലണ്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ സ്കൂൾ കലണ്ടർ എന്താണ്. ഞാൻ പറയാം എന്റെ സെമിനാറിന്റെ കാര്യം ഞാൻ പറയാം. സ്കൂൾ കലണ്ടർ എന്ന് പറഞ്ഞാല് വരാനിരിക്കുന്ന വിവിധ പ്രോഗ്രാമുകളുടെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും സാധ്യതയുള്ള തീയതികൾ നൽകുന്ന ഒരു കണ്ണാടിയാണെന്ത് സ്കൂൾ കലണ്ടർ എന്ന് പറയുന്നത്. അതായത് സ്കൂളിൽ വരാനിരിക്കുന്ന പല പരിപാടികൾ ഉണ്ടാവാം, പല പ്രോഗ്രാംസ് ഉണ്ടാകാം, പല പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ഡേറ്റ്സുകൾ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് എന്താ പറയാ മെൻഷൻ ചെയ്ത് വെക്കുന്നത് സ്കൂൾ കലണ്ടറിലാണ് കേട്ടോ. അപ്പൊ ഒരു നിറവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിന്റെ ഒരു നിറവായിട്ട് സ്കൂൾ കലണ്ടറിനെ വിശേഷിപ്പിക്കാം. അപ്പോ സാധ്യതയുള്ള, അതായത് അവര് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധ്യതയുള്ള, അതായത് പോസിബിൾ ആയിട്ടുള്ള ഡേറ്റ്സുകള് നൽകുന്നത് എന്തിലൂടെയാണ്, സ്കൂൾ കലണ്ടറിലൂടെയാണ്. ഓക്കെ, സ്കൂൾ കലണ്ടർ എന്ന് പറയുന്നത് സ്കൂളിന്റെ തന്നെ നിറവാണ്, കണ്ണാടിയാണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ്, വരാനിരിക്കുന്ന പ്രോഗ്രാമുകള്, പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. എക്സാമിനേഷൻ ഡേറ്റ്സ് ഉണ്ടാവാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എക്സാമിനേഷൻ ഡേറ്റ് ഉണ്ടാവാം, വെക്കേഷൻസ് ഉണ്ടാവാം, ഹോളിഡേസ് ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് രേഖപ്പെടുത്തി വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഫോർമേഷൻ അബൌട്ട് ദ ജനറൽ, ലോക്കൽ ആൻഡ് ഗസറ്റഡ് ഹോളിഡേസ്. അതായത് ജനറൽ ആയിട്ടുള്ള ഹോളിഡേസ് ഉണ്ടാകും, ലോക്കൽ ആൻഡ് ഗസറ്റഡ് ഹോളിഡേസ് ഉണ്ടാകും. ഇതിന്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ സ്കൂൾ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ടാകും. ഡേറ്റ്സ് ഫോർ സബ്മിഷൻ ഓഫ് മന്ത്ലി, ക്വാർട്ടർലി ഹോളിഡേസ് ആൻഡ് ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് റിട്ടേൺസ്. അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട്സും റിട്ടേണും സമർപ്പിക്കുന്നതിനുള്ള തീയതികൾ. ആനുവൽ റിപ്പോർട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ സ്കൂളുകളിൽ, അത് സബ്മിറ്റ് ചെയ്യുന്ന തീയതികളൊക്കെ ഈ ഒരു സ്കൂൾ കലണ്ടറിൽ ഉണ്ടാകും. ഡേറ്റ്സ് ഓഫ് മന്ത്ലി, ക്വാർട്ടർലി ആൻഡ് ആനുവൽ എക്സാമിനേഷൻ. അതുപോലെ തന്നെ നമുക്ക് ക്വാർട്ടർലി ആയിട്ട്, മന്ത്ലി ആയിട്ട് ആനുവൽ എക്സാമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ്സ് ഉണ്ടാകും പ്രധാനപ്പെട്ട. പിന്നെ ഡേറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്സ് ഓഫ് ദ സ്കൂൾ ആൻഡ് ഫാക്കൽറ്റി കമ്മിറ്റീസ്, ടീച്ചേഴ്സ് അസോസിയേഷൻ, ഡിഫറെന്റ് സൊസൈറ്റീസ്, സ്കൂൾ ജംഗറ്റ് എന്നാണ് കേട്ടോ. ജംഗറ്റ്, JUNKET ആണ് കേട്ടോ, ജംഗറ്റ്. സ്കൂൾ ജംഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഫീൽഡ് ട്രിപ്പ് അല്ലെങ്കിൽ എക്സ്കർഷൻ. ഫീൽഡ് ട്രിപ്പിന് കൊണ്ടുപോകാറില്ല അല്ലെങ്കിൽ എക്സ്കർഷന് കൊണ്ടുപോകാറില്ലേ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ നിന്ന്? അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ കേട്ടോ, അവരെ കൊണ്ടുപോകുന്ന തീയതികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടീച്ചേഴ്സിന്റെ കമ്മിറ്റികൾ എന്താണ്, അതുപോലെ ടീച്ചേഴ്സ് അസോസിയേഷൻ, അതുപോലെ പലതരത്തിലുള്ള സൊസൈറ്റികൾ ഉണ്ട്, അവരുടെയൊക്കെ കമ്മിറ്റികള്. പിന്നെ ഇത്തരത്തിലുള്ള എന്താ പറയാ ഫീൽഡ് ട്രിപ്പ്, അതുപോലെ എക്സ്കർഷൻ പോലുള്ള എഡ്യൂക്കേഷണൽ ടൂറുകള്, പിന്നെ സ്കൂൾ ടൂർണമെന്റ്, സ്പോർട്സ് ഡേ, അങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. Then dates of important school functions like the annual prize day, the parents day, the UNO day, Independence Day, Republic Day, birthday of distinguished persons, etc. അതായത് നമുക്കറിയാം പലതരത്തിൽ ഇപ്പൊ ആനുവൽ പ്രൈസ് ഡേ ഉണ്ടാകുക, പിന്നെ അതുപോലെ പാരന്റ്സ് ഡേ, പിന്നെ UNO ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അതായത് പ്രധാനപ്പെട്ട ഡേയ്സ് ആണ് ഇതൊക്കെ അല്ലെ. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ചിലപ്പോ എന്താ പറയാ പ്രധാനപ്പെട്ട വ്യക്തികള് മരിച്ച ഡേറ്റിൽ നമുക്ക് ഹോളിഡേ ആയിരിക്കും. അപ്പോ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പലരുടെയും ജനനം നമുക്ക് ഹോളിഡേ ആയിരിക്കുള്ളൂ അല്ലെ സ്കൂളുകളിൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗാന്ധി ജയന്തി, അതിന് സ്കൂൾ വർക്കിംഗ് ആണോ ഗാന്ധി ജയന്തി? അല്ല. അല്ല. അപ്പൊ അത്തരത്തിലുള്ള ഡേറ്റുകളൊക്കെ സ്കൂൾ കലണ്ടറിൽ ഉണ്ടാവും കേട്ടോ. അതാണ് ബർത്ത്ഡേ ഓഫ് ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കലണ്ടറിൽ അക്കാദമിക് സെഷനിലുടനീളം നടപ്പാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും ഉണ്ടാവും കേട്ടോ. എന്താണ്, അതായത് ഒരു അക്കാദമിക് സെഷൻ, ഒരു അക്കാദമിക് വർഷത്തിലുടനീളം നടപ്പിലാക്കാവുന്ന വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും ഇതിനകത്ത് ഉണ്ടാകും സ്കൂൾ കലണ്ടറിൽ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. നെക്സ്റ്റ് ലോഗ് ബുക്ക് ഒന്ന് വായിച്ചോളൂ കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം.
ഓക്കെ, വായിച്ചല്ലോ ലോഗ് ബുക്ക്. അതായത് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്, അതായത് സ്കൂളില് എന്താ പറയാ, ഇൻസ്പെക്ടർമാര് വരും അല്ലെ? എന്തിനു വേണ്ടിയാണ് ഇൻസ്പെക്ടർമാര് വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ടേഴ്സ്? സ്കൂളിന്റെ ഫംഗ്ഷനൊക്കെ സ്കൂൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരും. സ്കൂളിലെ അതായത് പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. സ്കൂളിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? ഇൻസ്പെക്ടേഴ്സ് വരുന്നത് അല്ലെ? അതുപോലെ തന്നെ സ്കൂൾ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, പിന്നെ മറ്റ് ചില വിദ്യാഭ്യാസ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ വകുപ്പിൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് വരുമ്പോൾ ഇവരുടെ എന്താണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഇവർ ഒബ്സർവ് ചെയ്യും അല്ലെ? എങ്ങനെയാണ് നടക്കുന്നത്, ടീച്ചേഴ്സ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഹൈജീൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നോക്കാറുണ്ട്. അപ്പൊ സ്കൂളിന്റെ പല പ്രവർത്തനങ്ങൾ ഇവരെന്ത് ചെയ്യും? ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് എന്താണ് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു ബുക്കിൽ എഴുതും. ഇതിനെയാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ സ്കൂൾ ഇൻസ്പെക്ടേഴ്സും അതുപോലെ തന്നെ മറ്റു ചില എന്താ പറയാ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു ചില ഉദ്യോഗസ്ഥരും സ്കൂളിൽ വന്ന് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അവരുടെ റിപ്പോർട്ട് ഒരു പ്രത്യേക ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ബുക്കിനെ ലോഗ് ബുക്ക് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോ ഒരു സ്കൂൾ വർഷത്തിനിടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണിത്. പിന്നെ അതുപോലെ തന്നെ ഓരോ വർഷവും സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങള്, പിന്നെ പുതിയ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത്, അതുപോലെ പുതിയ ഉപകരണങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഇതൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തി വെക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇൻസ്പെക്ടർമാരുടെ സന്ദർശനം, വിസിറ്റിംഗ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലോഗ് ബുക്കില് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലോഗ് ബുക്ക് കൈകാര്യം ചെയ്യാനുള്ള പെർമിഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ? ആർക്കാണ് ഉണ്ടാവുക? പ്രിൻസിപ്പൽ. ഹെഡ് മാസ്റ്ററിനാണ് ഉണ്ടാവുക കേട്ടോ. ലോഗ് ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള പെർമിഷൻ അത് ഹെഡ് മാസ്റ്റർക്ക് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ എന്തൊക്കെയാണ് ലോഗ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം. പുതിയ പാഠപുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഉപകരണങ്ങൾ, അതായത് എന്തെങ്കിലും ഫർണിച്ചറോ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെ പുതിയ പഠന രീതികൾ സ്കൂളിൽ അവർ ഫോളോ ചെയ്യുവാണെങ്കിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇൻസ്പെക്ടേഴ്സ് പറയുന്ന ചില എന്താ പറയാ മെത്തേഡുകൾ ഉണ്ട്, ചില രീതികളിൽ ഫോളോ ചെയ്യാൻ പറയാറുണ്ട് അല്ലെ? മാർഗനിർദ്ദേശം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട് ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട വിസിറ്റിങ്ങും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ അധ്യാപകർ എന്തെങ്കിലും കാരണം കൊണ്ട് ജോലി ചെയ്യാതിരിക്കുവാണെങ്കിൽ അക്കാര്യങ്ങളും എന്തിൽ രേഖപ്പെടുത്തി വെക്കാം? ലോഗ് ബുക്കില് രേഖപ്പെടുത്തി വെക്കാം. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രവർത്തന സമയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതും എന്ത് ചെയ്യാം? ലോഗ് ബുക്കില് രേഖപ്പെടുത്തി വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിനെ എന്തെങ്കിലും സിറ്റുവേഷൻ, എന്തെങ്കിലും ഇപ്പോ എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങൾ സ്കൂളിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പോ സ്കൂളിന് എന്താ പറയാ ബാഡ് ആയിട്ടുള്ള ഇമേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കാം. അപ്പൊ പ്രധാനമായിട്ടും ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇൻസ്പെക്ടേഴ്സ് അവര് വന്നിട്ട് ഒബ്സർവ് ചെയ്ത് അവരുടെ നിരീക്ഷണങ്ങൾ, അവരുടെ ഒബ്സർവേഷൻസ് രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണ് ലോഗ് ബുക്ക്. ഇത് കൂടാതെ മറ്റു ചില കാര്യങ്ങളും എന്ത് ചെയ്യാം? ലോഗ് ബുക്കില് രേഖപ്പെടുത്തി വെക്കാം. പിന്നെ ഈ ഒരു ലോഗ് ബുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അനുവാദം, പെർമിഷൻ ആർക്കാണുള്ളത്? അത് ഹെഡ് മാസ്റ്റർക്ക് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ ലോഗ് ബുക്ക്? ക്ലിയർ ആണ് മാം. ഓക്കെ, നെക്സ്റ്റ് അഡ്മിഷൻ രജിസ്റ്റർ കേട്ടോ. അഡ്മിഷൻ രജിസ്റ്റർ നിങ്ങളൊന്ന് വായിക്കൂ.
അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അഡ്മിഷൻ രജിസ്റ്റർ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന ഒരാള് പറയൂ, ഡേയ്സിൻ പറയൂ. ഡേയ്സിൻ സ്കൂളിൽ ചേർന്ന എല്ലാ കുട്ടികളുടെയും റെക്കോർഡ്സ്, അവരുടെ ഏത് ഡേറ്റിലാണ് അവരെ അഡ്മിഷൻ എടുത്തത്, അവരുടെ സീരിയൽ നമ്പർ, അവരുടെ ഏജ്, നെയിം, അവരുടെ ഫാദേഴ്സ് നെയിം, കാസ്റ്റ്, ഒക്കുപ്പേഷൻ, പിന്നെ അഡ്രസ്സ്, പിന്നെ അവര് സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് വേറെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ടി സി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത്, അക്കാര്യങ്ങളെല്ലാം, ഒരു കുട്ടി എന്നാണ് ചേർന്ന് അപ്പ തൊട്ടുള്ള എല്ലാം, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ കാര്യങ്ങളും. ഓക്കെ ഓക്കെ. അതായത് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് സ്കൂളിൽ പ്രവേശനം ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ബുക്കാണ് കേട്ടോ. സ്കൂളില് അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അഡ്മിഷൻ രജിസ്റ്ററിൽ ഉള്ളത്. ഇതിനകത്ത് ചില ഇൻഫോർമേഷൻസ് ഉണ്ട്, അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് അഡ്മിഷൻ ഡേറ്റ് ആണ് കേട്ടോ. അതായത് കുട്ടി അഡ്മിഷൻ എടുത്ത തീയതി, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പർ, സ്റ്റുഡന്റിന്റെ നെയിം, അതുപോലെ തന്നെ ഏജ്, പിന്നെ അതുപോലെ തന്നെ അച്ഛന്റെ പേര്, അച്ഛന്റെ കാസ്റ്റ്, അതുപോലെ തന്നെ അച്ഛന്റെ തൊഴിൽ, അതായത് ഒക്യുപ്പേഷൻ, പിന്നെ അഡ്രസ്. ഓക്കെ, ഏതാണ് അതെ പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ട് അല്ലെ, കാസ്റ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ, റിലീജിയൻ കാസ്റ്റ് ഏതാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട് അല്ലെ, അതറിയാലോ നിങ്ങൾക്ക്? അറിയാലോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഏത് ക്ലാസ്സിലേക്കാണ് കുട്ടിയെ ചേർക്കുന്നത്? ചിലവര് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയിരിക്കാം, ഇനി മറ്റ് ചില കുട്ടികളാണെങ്കിൽ മറ്റ് സ്കൂളുകളിൽ നിന്ന് വന്നവരായിരിക്കാം അല്ലെ. അപ്പൊ ഏത് ക്ലാസ്സിലേക്കാണ് ചേർത്തത് ആ ഒരു കാര്യം, ആ ഒരു ക്ലാസ് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു രജിസ്റ്ററിലാണ് നമ്മള് സ്കൂളിൽ നിന്ന് പോവുകയാണെങ്കിൽ, ഓക്കെ, അതായത് സ്കൂളിൽ നിന്ന് ഈ കുട്ടി വേറെ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഡേറ്റ് കൂടി, വിഡ്രോവൽ കേട്ടോ, ആ ഒരു ഡേറ്റ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പൊ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി ചേരാൻ വന്നു, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും അതേ ക്ലാസ്സിൽ തന്നെ പഠിച്ചു, 4ാം ക്ലാസ് ആയപ്പോ കുട്ടി വേറെ സ്കൂളിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അഡ്മിഷൻ രജിസ്റ്ററിൽ കേട്ടോ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ആ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ രജിസ്റ്റർ ഒരിക്കലും നശിപ്പിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇത് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു രജിസ്റ്റർ ആണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ഏത് കാര്യത്തിലാണെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു രജിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രജിസ്റ്റർ ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് സ്കൂളിൽ സൂക്ഷിക്കണം. പിന്നെ എന്താണ്, പലരും പല രീതിയിൽ, അതായത് നിയമത്തിനൊക്കെ മുന്നിൽ തെളിവായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു അഡ്മിഷൻ രജിസ്റ്റർ ആണ്. അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ ജനന തീയതി തെളിയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, ചില കേസിലൊക്കെ കുട്ടി ജനിച്ച തീയതിയുമായിട്ട് കൺഫ്യൂഷൻസ് ഒക്കെ വരാറുണ്ട് അല്ലെ, ഇല്ലേ? വരാറില്ലേ? അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ട്. അതായത് ബർത്ത് ഡേറ്റുമായി ബന്ധപ്പെട്ട് പലവിധ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണ്, ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് തെളിയിക്കുന്നത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോ എന്റെ ഒരു കാര്യം പറയാം. ഞാൻ ജനിച്ച തീയതി എന്ന് പറഞ്ഞാല് August 13 1992. എന്റെ ഡേറ്റ് എപ്പോഴാണ് കിടക്കണേന്ന് അറിയോ നിങ്ങൾക്ക്? അറിയാമോ? ആർക്കറിയാം? എനിക്ക് മാത്രമേ അറിയുള്ളൂ. മെയ്യിലാണ് കിടക്കുന്നത്. 23/5/1992 കിടക്കുന്നത്. ആധാറില്, SSLCയില്, അതുപോലെ ഇതൊക്കെ എന്തിന്റെ ബേസിലാണ്? അതായത് എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ ബേസിലാണ് ഈ ജനന തീയതി. ഇത് 1 മാസം മുമ്പേ തന്നെ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോകും. എനിക്ക് പലതിലും എന്താണ് ആണല്ലേ, പലർക്കും ഉണ്ടാവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ തന്നെയാണല്ലേ. അതായത് നമ്മള് സ്കൂളില്, അതായത് പണ്ട് എന്നൊക്കെ പറഞ്ഞാലേ, അതായത് ഈ സ്കൂളില് പെട്ടെന്ന് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇത്ര വയസ്സുണ്ടെങ്കിൽ മാത്രമല്ല സ്കൂളില്, മുമ്പെന്ന് പറഞ്ഞാൽ LKG UKG അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അംഗൻവാടി കഴിഞ്ഞാല് ഉടനെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോയി ചേർക്കും. ഓക്കെ ആണല്ലേ. അപ്പൊ
ഈ ഒരു എന്താ പറയാ സ്കൂളിന്റെ ഡേറ്റ് അല്ലെങ്കിൽ ആ സ്കൂൾ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ കുട്ടിയെ ചേർക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ട് ആ വയസ്സ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാസങ്ങളിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഡേറ്റ് വെക്കുന്നത്. ഓക്കെ, ചിലപ്പോ ആ കുട്ടിക്ക് 5 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവില്ല, 5 വയസ്സ് ആകണമല്ലോ അല്ലെങ്കിൽ 4.5 ആവണമല്ലോ. അപ്പൊ ആ ഒരു ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിത് കയറ്റി വെക്കുന്നത്. അപ്പോ അത് തിരുത്താനും പറ്റില്ല, കാരണം സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവിടെയുള്ള അഡ്മിഷൻ രജിസ്റ്ററിന്റെ ബേസില് എന്റെ ബർത്ത്ഡേ വരുന്നത് ഈ ഒരു ഡേറ്റിലാണ്. പലർക്കും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത്. കാരണം നമുക്കിപ്പോ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ആൾക്കാർ അയക്കുമല്ലോ, ബർത്ത്ഡേ വിഷസ് ആണെന്ന് പറഞ്ഞ ബർത്ത്ഡേ ഇതായെന്ന് പറഞ്ഞ് നമുക്ക് അയക്കുമല്ലോ. പക്ഷെ നമ്മുടെ ഈ ഡേറ്റ് നോക്കിയിട്ടാണ് അവർ അയക്കുന്നത്, പക്ഷെ ശരിക്കുമുള്ള ഡേറ്റ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് എന്താ പറയാ, അത്ര നല്ലൊരു രീതിയല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 ഡേറ്റിൽ ഇപ്പൊ ആധാർ കാർഡിലും അതുപോലെ തന്നെ SSLC കാർഡിലും ഒക്കെ ഈ ഒരു മെയ്യിലാണ് എന്റെ ബർത്ത്ഡേ കിടക്കുന്നത്. പക്ഷെ എത്ര മാസം കഴിഞ്ഞിട്ടാണ് എന്റെ ബർത്ത്ഡേ? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 13-ാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പൊ അത് എനിക്ക് മാത്രം അറിയുള്ളൂ. കയ്യില് അതുണ്ടോന്ന് എനിക്കറിയില്ല, എന്റെ അമ്മ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. സ്കൂൾ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതില് പക്ഷേ ജൂലൈ ആണ് കിടക്കണത്. പഴയൊരു കടലാസാണ്, പക്ഷെ അതില് ജൂലൈയിലാണ് കിടക്കണത്. ജൂലൈയിലാണല്ലേ കിടക്കുന്നത്? അത് ശരിയാക്കാൻ പറ്റും, നമുക്ക് SLC സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ശരിയാക്കിയത് എന്റത് ആണല്ലേ? പക്ഷെ ഇത് ഞാനത് വരെ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ ശരിയാവില്ല. എന്റേത് ഡിസംബറിലായിരുന്നു. പിന്നെ പാസ്പോർട്ട് എടുക്കുന്ന സമയത്തും മാരേജ് സർട്ടിഫിക്കറ്റ് ആക്കുന്ന ടൈം ഞാൻ SLC ബുക്ക് അയച്ചതിന് ശേഷം 1 മാസത്തിന് ശേഷം അങ്ങനെ പക്ഷെ പെട്ടെന്നാണോ കറക്റ്റ് ഓർമ്മയില്ല. എന്നിട്ട് SLC ബുക്ക് മാറ്റി കിട്ടി. അതിനുശേഷം ഞാൻ PG എല്ലാ റെക്കോർഡ്സും മാറ്റണം. നമ്മുടെ SSLC മാറ്റണം, ആധാർ മാറ്റണം, വോട്ടർ ID മാറ്റണം, പാൻ കാർഡ് മാറ്റണം, ഇതെല്ലാരും മാറ്റണം. പിന്നെ നോക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം നോക്കാം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞത് നന്നായി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, സ്കൂൾ സർട്ടിഫിക്കറ്റില്. അപ്പൊ അതനുസരിച്ചിട്ടാണോ നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഈ രജിസ്റ്റർ വെച്ചിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജനന തീയതിയും മറ്റുമൊക്കെ തെളിയിക്കുന്നത്. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞേട്ടോ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ഓക്കെ. ഇതിനകത്ത് പ്രത്യേകം പിന്നെ പറയുന്നുണ്ട്, സ്റ്റുഡൻസിന്റെ ജനന തീയതി കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ പാലിക്കണം. പ്രത്യേകം പറയുന്നതാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ഓക്കെ, ശരിക്കുമുള്ള ഡേറ്റിലായിരിക്കില്ല ചിലപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ അഡ്മിഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോ സ്കൂൾ അധികൃതർ എന്ത് ചെയ്യണം? കുട്ടിയുടെ ജനന തീയതി, ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് ജനന തീയതി എൻറ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, അതായത് ഒരു കാറ്റഗറിയിൽ നിന്ന് മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറുമല്ലോ, ചിലപ്പോൾ കാസ്റ്റ് വൈസ് ഒക്കെ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അക്കാര്യങ്ങളും കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം പലതരത്തിലുള്ള സ്കോളർഷിപ്പുകളും മറ്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ. OBC സ്കോളർഷിപ്പ്, പിന്നെ മൈനോറിറ്റി മുസ്ലിം സ്കോളർഷിപ്പുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള, പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള കാസ്റ്റുകൾക്ക് പലതരത്തിലുള്ള സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ നമ്മുടെ ജാതി എന്ന് പറയുന്നത്, നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്നത് തെളിയിക്കുന്ന കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ ഓക്കെ, അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പുതുതായിട്ട് കുട്ടികളെ സ്കൂളിൽ ചേർക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? 1-ാം ക്ലാസ്സിലോ LKG UKG ആരെങ്കിലും ഉണ്ടോ ചേർക്കാൻ പോകുന്ന? അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. കൃത്യമായിട്ടുള്ള ഇതോടുകൂടി വേണം നിങ്ങള് സ്കൂൾ രജിസ്റ്ററിലെ നിങ്ങളുടെ വിവരങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ
എന്തെങ്കിലും കറക്ഷൻ, നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്കൂള് കിടക്കുന്ന ഒരു ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്, അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. മുമ്പൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് കേട്ടോ. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഈ ഒരു വയസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതുള്ള ഒരു ബാഡ് ആയിട്ടുള്ള പോയിന്റ് എന്താ? ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാല് എന്താ പറഞ്ഞ, ഇപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞതാണ് 33 വയസ്സാകുന്നേ ഉള്ളൂ എനിക്ക് ഈ ഒരു ഓഗസ്റ്റ് വരുമ്പോ. ഓക്കെ, വയസ്സ് ആരോടും പറയാൻ പാടില്ല, എന്നാലും നിങ്ങളോടാണ് പറയുന്നത്. 33 വയസ്സാകുന്നേ ഉള്ളൂ. പക്ഷെ സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് എനിക്ക് 33 വയസ്സ് കഴിഞ്ഞു, മെയില് കഴിഞ്ഞു. ഇപ്പൊ നോക്കി, നിങ്ങൾ എന്തെങ്കിലും എക്സാം ഒക്കെ എനിക്ക് എഴുതുമ്പോൾ എന്റെ ആ ഒരു വയസ്സ് കാരണം അത്രത്തോളം ചാൻസ് എനിക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്, ശരിയല്ലേ? അതെ അതെ. എക്സാം ഒക്കെ എഴുതുമ്പോൾ എന്റെ ചാൻസ് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മാരേജ് സർട്ടിഫിക്കറ്റിലും പ്രശ്നം വരില്ല ഇങ്ങനെയാവുമ്പോ? മാരേജ് സർട്ടിഫിക്കറ്റോ? ആ, മാരേജ് സർട്ടിഫിക്കറ്റിന് നമ്മൾ ഡേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ. അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണോ? മാരേജ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട. ആണോ? ഞാന് മാരേജ് സർട്ടിഫിക്കറ്റ് ആക്കാൻ വേണ്ടിട്ടാണ് എന്റെ SLC ബുക്കിൽ കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്, ഞാൻ ചോദിച്ചത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ടീച്ചേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ കേട്ടോ. അടുത്തത് വായിക്കൂ നിങ്ങള്. സ്റ്റുഡൻസിന്റെ പറഞ്ഞു ഇല്ല, സോറി, സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ പറഞ്ഞിട്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. ആ, സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ വായിച്ചോളൂ കേട്ടോ. ഓക്കെ, വായിച്ചല്ലേ? സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ്. ഓരോ ക്ലാസ്സിലും അല്ലെങ്കിൽ ഓരോ സെഷനിലും വിദ്യാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കും കേട്ടോ. വിദ്യാർത്ഥികളുടെ പേരുകൾ ഈ ഒരു രജിസ്റ്ററിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ലെസൺ തുടങ്ങുന്നതിന് അതായത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ രജിസ്റ്ററിൽ സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തും. എന്താ പറയാ, ഏത് മഷി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത്? റെഡ് ആണോ? ബ്ലൂ ഓർ ബ്ലാക്ക്? ആബ്സെൻസ് റെഡ് ഉപയോഗിക്കുന്നത് ആബ്സെൻസിനാണ് അല്ലെ? ഓക്കെ. അപ്പോ സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ റെഡിയാക്കുമ്പോൾ അതിനകത്ത് സ്പേസ് ഉണ്ടാവരുത്, അത് ഓരോടത്തും ഒഴിഞ്ഞു കിടക്കരുത്. എല്ലായിടത്തും നമ്മൾ ഫില്ല് ചെയ്യണം. ചിലപ്പോൾ ആബ്സെൻസ് ഉണ്ടാവാം, പ്രസൻസ് ഉണ്ടാവാം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്, ഒഴിച്ചിടാനായിട്ട് പാടുള്ളതല്ല കേട്ടോ.
പിന്നെ 15 ദിവസം തുടർച്ചയായി ഒരു കുട്ടി ലീവ് എടുത്തു കഴിഞ്ഞാല് ആ ഒരു കുട്ടിയുടെ പേര് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പുതിയ നിയമം അനുസരിച്ച് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഒരു PDF-ൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 15 ദിവസത്തിൽ തുടർച്ചയായിട്ട് ഒരു കുട്ടി ലീവ് എടുത്തു കഴിഞ്ഞാല് രജിസ്റ്ററിൽ നിന്ന് ആ കുട്ടിയുടെ പേര് നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ അവധികള് ഇപ്പം അങ്ങനെ ഇല്ല. മെഡിക്കൽ ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുത്താല് ഓൺലൈനായിട്ടും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ലീവ് ലെറ്റർ കൊടുത്താൽ വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്റെ മോള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ? അപ്പൊ വലിയ പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അതും റെഡിങ്കിലാണ് രേഖപ്പെടുത്തി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ അധ്യാപകർക്കും ഓരോ അറ്റൻഡൻസ് രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടാവും. ക്ലാസ് ഫീസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം കോളങ്ങൾ ഉണ്ടാവും. രാവിലത്തെ അറ്റൻഡൻസ് ഉണ്ടാകും, ഉച്ചക്കലത്തെ അറ്റൻഡൻസ് ഉണ്ടാകും. നിർബന്ധമില്ല. പല സ്കൂളുകളിലും ചിലപ്പോൾ രാവിലെ ആയിരിക്കാം വിളിക്കുന്നത്, ഉച്ചയ്ക്ക് ചിലപ്പോ എന്താ പറയാ അറ്റൻഡൻസ് എടുക്കണം എന്നില്ല. അപ്പോ ചില സ്കൂളുകളാണെങ്കിൽ 2 നേരം അറ്റൻഡൻസ് എടുക്കുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള കോളങ്ങളും ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അത് റെഡിങ്ങിലാണ് രേഖപ്പെടുത്തി വെക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോ എന്താണ് അവധിയാകാൻ കാരണം? അപ്പോ ബക്രീദ് എന്ന് പറയുന്ന ഒരു ഹോളിഡേ വന്നെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എഴുതി വെക്കുക, ഡേറ്റിന് നേരെ എഴുതി വെക്കുക ബക്രീദ് ഹോളിഡേ ആണെന്ന്. ആ പർപ്പസ് അത് എന്താണ് കാരണം എന്നും കൂടി അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോ കുട്ടിയുടെ എന്താ പറയാ എന്തെങ്കിലും കുട്ടിയെ പെട്ടെന്ന് പുറത്താക്കുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കുട്ടി ക്ലാസ് മാറി പോവുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് കുട്ടി പോവാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ മറ്റൊരു ഗ്രൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവാറുണ്ട്. ഇപ്പൊ സയൻസ് എടുത്തവര് കോമേഴ്സിൽ പോകാം, കോമേഴ്സ് എടുത്തവര് സയൻസിൽ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് പ്രത്യേകം അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കണം. കുട്ടിയുടെ പേര് എഴുതിയിട്ട് ആ കുട്ടി പോയി എന്നുള്ള കാര്യം കാണിച്ചിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ ടീച്ചേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ ആണ് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കൂ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ജോളി. മാമിനെ ഒന്ന് കാണാന്ന് കരുതി കയറിയതാ. എൻഗേജ്മെന്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. മാം വന്നില്ലല്ലോ. ഇനി ബാംഗ്ലൂരിൽ 12 നാളെ ഞങ്ങള് ബാംഗ്ലൂരിന് പോകും. അപ്പൊ നാളെ തൊട്ട് ഇനി മൺഡേ വരെ ഇനിയും കയറാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നൊന്ന് കണ്ടിട്ടോ എന്ന് വെച്ച്. ഇവിടെ വരില്ലേ? ഓഫീസിൽ വരുമോ? പ്രാക്ടിക്കൽ ക്ലാസ്സിനൊക്കെ വരുമോ? കോൺവെക്കേഷൻ ഒക്കെ വരുമോ ജോളി? എന്തായാലും എത്ര വയസ്സ് കഴിഞ്ഞാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാ. എപ്പോ വരും? ഇവിടെ വരുവാണെങ്കിൽ കാണാൻ കേട്ടോ. എന്നായാലും ദൈവം ഒരു ദിവസം കാണിക്കും. ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യും, അതുറപ്പാ. അത് പക്ഷെ ഈ പ്രാവശ്യം ചെയ്യുന്നോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ കാര്യങ്ങൾ തിരക്കിലല്ലേ ഞാൻ. അതുകൊണ്ട് എന്നാലും ഒരു ദിവസം പ്രാക്ടിക്കൽ ക്ലാസ് നടക്കുമ്പോ വരാൻ നോക്കാം മാം. ഓക്കെ മാം, ഞാൻ ഇടയ്ക്ക് ലീവ് ചെയ്യുകയാണെങ്കിൽ തിരക്കാണെന്ന് മാമിന് അറിയാമല്ലോ. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി കേട്ടോ. കുഴപ്പമില്ല, തിരക്കല്ലേ, സാരില്ല. ക്ലാസ് കണ്ടാ മതി കേട്ടോ. അതേ ഉള്ളൂ. ഇപ്പൊ ഒന്നും കാണുന്നില്ല മാം, കല്യാണ തിരക്കില്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കാണാം. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ടീച്ചേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പ ചെയ്യാം കേട്ടോ. മിസ്സേ, ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ പേരെന്താ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തായിട്ടാ കിടക്കുന്നേ?
ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസം ഉണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഒന്ന് പറയോ? അല്ല ഞാനിപ്പോ കുറച്ച് കയറി ഒന്ന് പറയൂ. പറയാം. ഇത് വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. ഇത്രയും വലിയൊരു ചാപ്റ്റർ നിങ്ങൾക്ക് വേറെ ചാപ്റ്ററിൽ വന്നിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്. അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ആണ് കേട്ടോ ചാപ്റ്ററിന്റെ പേര്. ഇതാണോ വലിയ ചാപ്റ്റർ ഈ മൊഡ്യൂളിലെ? നോക്കിയായിരുന്നോ? ആര് നോക്കുന്നു അല്ലേ? ആരെങ്കിലും നോക്കിയായിരുന്നോ? ഇത് തന്നെ വലിയ ചാപ്റ്റർ. ഇത് തന്നെയാണ് വലിയ ചാപ്റ്റർ അല്ലേ? സ്ക്രോൾ ചെയ്തിട്ടും ഇത് പോകുന്നില്ല. 34 പേജ് ഉണ്ട് ഇത്. 34 പേജ് ഉണ്ടല്ലേ? ഓക്കെ. ഓക്കെ. സ്കൂൾ കലണ്ടർ ടീച്ചേഴ്സ് അറ്റൻഡൻസ് ലിസ്റ്റ് വായിച്ചോ? ടീച്ചേഴ്സ് അറ്റൻഡൻസ് ലിസ്റ്റ് എന്തായിരിക്കും അത് പറയുന്നേ? പേരിൽ തന്നെയുണ്ട്. ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ്. ടീച്ചേഴ്സിന്റെ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ആണ് കേട്ടോ ഇത്. ഓക്കെ. അതായത് ഓരോ ദിവസവും ടീച്ചേഴ്സ് വരുമ്പോൾ അവരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടീച്ചേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ടീച്ചേഴ്സ് ദിവസേന വരുമ്പോഴും, അതായത് ഡെയിലി ടീച്ചേഴ്സ് സ്കൂളിൽ വരുമ്പോൾ അത് കാലത്തും, അതായത് മോർണിംഗിലും ഈവനിങ്ങിലും, അതായത് അവരെത്തിയ സമയം, ഇപ്പൊ 10 മണിക്കാണ് ടീച്ചർ എത്തുന്നതെങ്കിൽ ആ സമയം, പോകുന്ന സമയം 3:30 ആ ഒരു ടൈം, ഇതൊക്കെ ഇപ്പൊ പഞ്ചിങ് മെഷീൻ ആക്കില്ലേ? എല്ലായിടത്തും പഞ്ചിങ് മെഷീൻ ഇല്ല കേട്ടോ. എല്ലായിടത്തും നമുക്ക് പഞ്ചിങ് മെഷീൻ കാണാനായിട്ട് സാധിക്കില്ല. ചിലവരൊക്കെ അറ്റൻഡൻസിലാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അവര് ഗവൺമെന്റിന് മറ്റേ ഗസ്റ്റ് ടീച്ചേഴ്സ് ഇല്ലേ, അവരുടെ ഒക്കെ കറക്റ്റ് ഇതിലല്ലേ ഉണ്ടാവൂല്? എന്താണ് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ടീച്ചേഴ്സ് ഇല്ലേ, അവർക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ തന്നെയല്ലേ? എന്നിട്ട് അവരത് ആ അറ്റൻഡൻസിനനുസരിച്ചിട്ടല്ലേ അവർക്ക് സാലറി കിട്ടുന്നേ? അതെ അതെ, അതിനനുസരിച്ചാണ് കിട്ടുന്നത്. പഞ്ചിങ് ഒക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വലിയ സ്കൂളുകളിലാണുള്ളത്. ഇപ്പൊ നമ്മുടെ സാധാ നാട്ടിൻപുറങ്ങളിലുള്ള അല്ലെങ്കിൽ സാധാരണ പ്രദേശങ്ങൾ ഏരിയകളിലൊക്കെ ഇപ്പോഴും അറ്റൻഡൻസ് രജിസ്റ്റർ തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഇവര് വരുന്ന സമയം, അതുപോലെ തന്നെ ഇവര് പോകുന്ന സമയവും കൃത്യമായിട്ട് ഈ അറ്റൻഡൻസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കും. മാത്രമല്ല അതിനകത്ത് അവര് സൈൻ ചെയ്യുകയും ചെയ്യും കേട്ടോ, ഒപ്പിടും. ഇപ്പൊ വന്ന സമയം 10 മണിയാണെങ്കിൽ 10 മണിന്ന് എഴുതിയിട്ട് അവിടെ സൈൻ ചെയ്യും. പോകുന്ന സമയം 3:30 ആണെങ്കിൽ 3:30 എഴുതിയിട്ട് അവിടെ സൈൻ ചെയ്യും. എന്നിട്ടായിരിക്കും അവര് പോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വൈകി വന്നാല് എന്ത് കാരണം കൊണ്ടാണ് വൈകി വന്നതെന്നും രേഖപ്പെടുത്തി വെക്കണം. പലർക്കും പല കാരണങ്ങളുണ്ടാവും അല്ലെ? ലേറ്റ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ നേരത്തെ പോവുകയോ ചെയ്താൽ ആ പർപ്പസ് എന്താണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തി വെക്കണം. പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ ഒഴിവെടുത്തു കഴിഞ്ഞാല് എത്ര ദിവസമാണ് ഒരു ലീവ് എടുത്തതെന്ന് ഹെഡ് മാസ്റ്ററിന്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കണം. ഈ ഹെഡ് മാസ്റ്റർ അത് ചെയ്യുന്നത് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കിയിട്ടാണ് കേട്ടോ. അതായത് അവിടെ അറിയാൻ പറ്റുമല്ലോ, ഇപ്പൊ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അവിടെ എന്താ പറയാ, ഒന്നും ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, അവരുടെ സൈനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നോക്കി എന്ത് ചെയ്യും, HM എന്ത് ചെയ്യും, ഈ കാര്യങ്ങള് വേറെ രജിസ്റ്റർ, അതായത് അവരെത്ര ഒരു മാസത്തില് 5 ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 ലീവ് ഹെഡ് മാസ്റ്ററുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഹെഡ് മാസ്റ്റർ ഇത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ലീവുകളും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതും അവരുടെ അറ്റൻഡൻസ് ഒക്കെ പരിശോധിക്കുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് അറ്റൻഡൻസ് രജിസ്റ്റർ. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ ടീച്ചേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ? ഓക്കെ. നെക്സ്റ്റ് വൺ ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്ക് നമുക്ക് നോക്കാം. ഒന്ന് വായിച്ചോളൂ കേട്ടോ.
ഓക്കെ. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് സ്കൂളിലെ ദിനം പ്രതി ഡേ ടു ഡേ നടക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളുടെ രേഖയാണ്. ഡേ ടു ഡേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ രേഖയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതായത് സ്കൂളുകളിലേക്ക് പല രീതിയിൽ ഫീസുകൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ ഫൈനുകൾ കിട്ടാറുണ്ട്, ഡൊണേഷൻസ് കിട്ടാറുണ്ട്, സ്റ്റൈപ്പൻസ് കിട്ടാറുണ്ട്, സ്കോളർഷിപ്പുകൾ കിട്ടാറുണ്ട്, ഗ്രാന്റുകൾ അനുവദിക്കാറുണ്ട് അല്ലെ. പല രീതിയിലും എന്ത് ചെയ്യാറുണ്ട്, സ്കൂളുകളിലേക്ക് പണം എത്താറുണ്ട്. അത് ഫീസുകളുടെ രൂപത്തിലും ഫൈനുകളുടെ രൂപത്തിലും ഡൊണേഷൻസിന്റെയും സ്റ്റൈപ്പൻസിന്റെയും സ്കോളർഷിപ്പിന്റെയും ഗ്രാന്റുകളുടെയും രൂപത്തിലാണ് പലതരത്തില് ക്യാഷ് കിട്ടാറുള്ളത്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ക്യാഷുകള് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ടത്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സാലറി, അതുപോലെ അവരുടെ സ്റ്റൈപ്പൻഡുകള്, സ്കോളർഷിപ്പുകള്, അതുപോലെ തന്നെ എമർജൻസി ഫണ്ടുകൾ, കണ്ടിജൻസ് ഫണ്ടുകൾ, എമർജൻസി സ്റ്റൈപ്പൻസ് എന്ന് പറയുന്നത് നമുക്ക് സാലറി എന്ന് പറയാൻ പറ്റില്ല, എക്സ്ട്രാ അവർക്ക് കൊടുക്കുന്നതാണ് അത് വരുന്നതിനൊക്കെ. അവരുടെ എന്താ പറയാ, ഇപ്പൊ പെർമനന്റ് അല്ലാത്ത ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ സ്കൂളുകളില്, നമുക്കറിയാം എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ എന്താണ് അവര് ചിലപ്പോ എന്താ പറയാ ധാരാളം മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ കയറുന്നത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നത് വരെ എന്ത് കൊടുക്കാറുണ്ട്, സ്റ്റൈപ്പൻഡുകൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ഒരു 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു 1ാം ക്ലാസ് ഒരു LP ടീച്ചർക്ക് ശരിക്കും പറഞ്ഞാല് ഒരു 25-30 ലക്ഷം ഒക്കെയാണ് നമ്മള് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് മാനേജ്മെന്റ്. അത് നിങ്ങൾക്ക് അറിയാലോ, അറിയില്ലേ? അറിയില്ലേ? അതായത് നമ്മുടെ ക്ലാസ് അനുസരിച്ച് വ്യത്യാസം വരും. ഹയർ ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അതായത് ക്യാഷ് ആയിരിക്കാം കൊടുക്കുന്നത്. ലക്ഷങ്ങൾ ആണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗവൺമെന്റ് അപ്രൂവൽ കിട്ടുക. അതായത് അവരൊരു ഗവൺമെന്റ് എംപ്ലോയി ആയി, അതായത് മാനേജ്മെന്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ അയച്ച് ഗവൺമെന്റിൽ നിന്ന് അവർക്ക് അപ്രൂവൽ വേണം, അവർക്ക് ഗവൺമെന്റ് സാലറിയുടെ പേഴ്സൺ ആവാൻ. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ടീച്ചേഴ്സിന് കിട്ടുന്ന അതേ സാലറി പാക്കേജ് ഇവർക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ലേറ്റ് ആകും. കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുവരെ അവർക്ക് വരുന്ന എന്താ പറയാ ബസ് ഫെയർ, അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം അവരുടെ ചെലവുകൾ നടത്താൻ എന്ത് വേണം, എന്താവശ്യമാണ്, പൈസ ആവശ്യമല്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സ്കൂളിൽ കയറിയിട്ട് LP സ്കൂളില് ഇങ്ങനെ പൈസ കൊടുത്ത് കയറിയിട്ട് അവർക്ക് തീരെ പൈസ കിട്ടാറുണ്ടായില്ല. അവള് 2 കൊല്ലത്തോളം പാരലൽ കോളേജിൽ ട്യൂഷൻ എടുത്തിട്ടൊക്കെയാണ് ബസ് ഫെയറിന് വേണ്ടിയിട്ടൊക്കെയുള്ള പൈസ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലേ? ചിലവര് കൊടുക്കാറുണ്ട്, 5000 രൂപയൊക്കെ കൊടുക്കാറുണ്ട് ചില സ്കൂളുകാർ. അപ്പോ അത് കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ അത്യാവശ്യ ചെലവുകളും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. കാരണം ഇത് അനുവദിച്ചു വരുന്നതിനേക്ക് അത് പോകണ്ടേ. ഓക്കെ, ഇവിടെ ഒന്നും കൊടുക്കില്ല അല്ലേ? ഓക്കെ, അപ്പൊ ചില സ്കൂളുകളിൽ കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളതിനെയാണ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. അവരുടെ ബസ് ഫെയർ, അതുപോലെ അത്യാവശ്യ ചെലവുകളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താണ്, ക്രെഡിറ്റ് സൈഡിലാണ് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ സാലറി, ടീച്ചേഴ്സിന്റെ സാലറി, അവരുടെ സ്റ്റൈപ്പൻഡുകള്, സ്കോളർഷിപ്പുകള്, പിന്നെ എമർജൻസി ഫണ്ടുകള്, കണ്ടിജൻസ് ഫണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പൊ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലുമായിട്ട് 2 സൈഡിലായിരിക്കണം ഈ ക്യാഷ് ബുക്കില് വിവരങ്ങള് രേഖപ്പെടുത്തി വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ബാലൻസ് തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മേടിച്ചു കഴിഞ്ഞ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡിലാണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി എന്ത് ചെയ്തിരിക്കണം, ഹെഡ് മാസ്റ്റർ ഈ ഒരു ക്യാഷ് ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ ഒപ്പിടണം, സൈൻ ചെയ്യണം, ഇത് ക്ലോസ് ചെയ്യുകയും വേണം. അപ്പൊ ഇത് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? ക്യാഷ് ബുക്ക് ഹെഡ് മാസ്റ്റർ. ഇത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം കേട്ടോ, അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, then
നെക്സ്റ്റ് വൺ ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്. അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് വായിക്കാം. അതായത് സെമിനാർ എന്നോട് ചോദിച്ചത്, ഒരാൾ ചോദിച്ചായിരുന്നല്ലോ സെമിനാർ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന്. ആളില്ലാന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ 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 ഗ്രീഷ്മ. ഈ വീക്കില് ചെയ്യാൻ പറ്റുമോ സെമിനാർ പ്രസന്റ് ഇല്ല, ചെയ്യാൻ? ചെയ്യണ്ട ചെയ്യണം എന്നാണ് പറയുന്നത് മഞ്ജുഷ. അല്ല, ചെയ്യാൻ പറ്റുമോന്ന് ചോദിക്കുക. നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ജിഷ മിസ് പറഞ്ഞത് നമുക്ക് വൈവയ്ക്ക് അത് വേണ്ടല്ലോ. അപ്പോ നമ്മളിവിടെ ക്ലാസ്സിൽ ചെയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞു. വൈവയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ആ ടൈമില് നമുക്കൊരു ടൈമിന്റെ കാര്യം പറഞ്ഞില്ലേ? ഷെമിസ് എന്താ പറഞ്ഞ ടൈമിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? അല്ല, ജിഷ പറഞ്ഞത് നമുക്കിപ്പോ വൈവ ചെയ്യുമ്പോ വൈവയുടെ കൂടെ പി ജിക്ക് എന്താ വരികയെന്ന് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ പി ജിക്ക് നമുക്ക് ജസ്റ്റ് ഒരു സെമിനാറിന്റെ ടോപ്പിക് പ്രസന്റ് ചെയ്താൽ മതി എന്നാ പറഞ്ഞു. 3 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു പ്രസന്റേഷൻ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തവരാണെങ്കിൽ മാമിനോട് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തിട്ടുണ്ട് മാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ചോദിച്ചത് മിസ്സിനോട്. അപ്പൊ നമ്മൾ ഈ ആഴ്ചയില് നമുക്കിപ്പോ ശനിയാഴ്ചയല്ലേ ഇത് വരുന്നത് പ്രാക്ടിക്കൽ. അപ്പൊ ഞാൻ പ്രാക്ടിക്കലിന് വരുമ്പോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, വൈവേം കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വെച്ചിട്ട് ചോദിച്ചു. അല്ല, MT7 ആണ്. അത് മതി. ഓക്കെ, വൈവ ആ സമയത്ത് അങ്ങനെയാണോ ഉദ്ദേശിച്ചു വരുന്നത്? വൈവ അന്ന് കണ്ടക്ട് ചെയ്യാനാണോ വരുന്നത്? അങ്ങനെ വിചാരിക്കുന്നു. നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ ഒരു ടോപ്പിക് നമുക്ക് സ്വയം പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ മാം. നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്തത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ വൈവ സമയത്ത് ഒരു 3 മിനിറ്റ്സ് അതൊന്ന് ബ്രീഫ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ മാം. ഓക്കെ, ഞാനപ്പോ ഒരു ക്ലാസ് കൂടി മാഡത്തിനോട് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല എങ്ങനെയാണെന്ന്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് തീരില്ല. എടുക്കുമ്പോൾ സ്പീഡ് ആകുകയും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ വരികയും ചെയ്യും. ഓക്കെ, ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് ഒരു ക്ലാസ് കൂടി. കറക്റ്റ് ഡിസിഷൻ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. മാമിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടും കേട്ടോ. ഓക്കെ, ഒരു ക്ലാസ് കൂടി കൂടുതലുണ്ടെങ്കിൽ പ്രശ്നമാവില്ലല്ലോ നിങ്ങൾക്ക്? ഇല്ല മാം. നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് സമയം എടുത്ത് വായിച്ച് നോക്കുന്നതല്ലേ. അത് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട് മാഡത്തിനോട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് കൂടുതലായിട്ട് ഉണ്ടാവും. ക്ലാസ് കൂടുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കേക്കുണ്ടാവും. ക്ലാസ് കൂടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഓ, നമുക്ക് ഒരു ക്ലാസ് അല്ലേ ഉള്ള ആഴ്ചയില്. അപ്പൊ തീർക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് കൂടുതൽ മാക്സിമം ഒന്ന് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നു വെച്ചാൽ വളരെ വളരെ കേൾക്കുന്നില്ല ദിവ്യ. മാക്സിമം മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അതെ അതെ, അത് തരാം. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ തീരുമ്പോ ഞാൻ തരാം കേട്ടോ. ഓക്കെ,
ഒരു ചാപ്റ്റർ കഴിഞ്ഞാലല്ലേ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ തന്നേക്കാം. മിസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, PG നമുക്കിപ്പോ ഡിപ്ലോമയുടെ എന്തെങ്കിലും നമുക്ക് ഇംഗ്ലീഷോ അതുപോലെ തന്നെ ഇനി എക്സാമിന് വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഇനി എന്തെങ്കിലും നമുക്ക് ഇനി ഈ ഒരാഴ്ച തരുമോ? മീൻസ് ആരെങ്കിലും ഉണ്ടാവുമോ? ഉച്ചയ്ക്ക് എങ്ങാനും ഏതെങ്കിലും ക്ലാസ്, നമുക്ക് ഉച്ചയ്ക്കാണല്ലോ ക്ലാസ് ഉള്ളത്, ഇപ്പൊ ഇല്ല, അപ്പൊ നമുക്ക് സ്റ്റഡി ലീവ് ആണ് ഈ ആഴ്ച. പക്ഷേ ഇംഗ്ലീഷ് മിസ് ഒക്കെ പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോ വരുമെന്നുള്ളത് ഒരു അറിയില്ല, എങ്ങനെയാന്നുള്ളത് അറിയോ? അത് അറിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തോ? ഞങ്ങൾക്ക് ഇപ്പൊ സ്റ്റഡി ലീവ് ആണ് മിസ്സേ. ആണല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാണെന്ന്. തിങ്കളാഴ്ച മുതലാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഡിപ്ലോമ സംബന്ധിച്ച കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും മറ്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഞാൻ എടുക്കുന്ന ഏരിയ പാർട്ട് 4 ആണ്. ഞാൻ പാർട്ട് 4ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട് മിസ്സേ, ഉണ്ട്. ഞാൻ ഇംഗ്ലീഷിന്റെ കാര്യം ഒന്നും കൂടി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനി വരുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി കൺഫേം ചെയ്തു. ചോദിച്ചു നോക്കാം കേട്ടോ, ഉറപ്പില്ല, കൺഫേം അല്ല. ഞാൻ അശ്വതി ടീച്ചറോട് ചോദിച്ചു നോക്കാം. ഓക്കെ ഓക്കെ മിസ്സേ, ഓക്കെ. ക്യുമുലേറ്റീവ് റെക്കോർഡ് നോക്കാം നമുക്ക്. അതായത് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് ഓരോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളാണ് അല്ലെ? എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയാണോ? അല്ലല്ലേ? അവരുടെ വളർച്ച അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോ ഇത്തരത്തിൽ അതായത് കുട്ടികളുടെ ബിഹേവിയർ അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി എന്നിവയെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു റെക്കോർഡാണെന്ത് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ട് അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അപ്പൊ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു കുട്ടിയുടെ ബിഹേവിയറും അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയും ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവുക അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണെന്ത് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ അധ്യാപകർക്ക് കുട്ടിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകും. ഓക്കെ, വ്യക്തമായിട്ട് കുട്ടിയെ കുറിച്ച് അവയർനെസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്. ക്യുമുലേറ്റീവ് റെക്കോർഡിന്റെ കാര്യങ്ങള്, അതായത് സ്കൂളിൽ കുട്ടി അഡ്മിഷൻ എടുത്ത് കുട്ടി പോകുന്നത് വരെ കുട്ടിയെ ഫോളോ ചെയ്യാനായിട്ട് ഇതുമൂലം സാധിക്കും. കുട്ടിയെ അതായത് ആ കുട്ടി വന്നു, ആ കുട്ടി പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതായത് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസും കാര്യങ്ങളും ഒക്കെ ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിൽ രേഖപ്പെടുത്തി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയാ, കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ കുട്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് 1953 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ക്യുമുലേറ്റീവ് റെക്കോർഡിന്റെ ആവശ്യകത സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് സ്കൂളുകളിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് സൂക്ഷിക്കണം, നിർബന്ധമായിട്ടും സൂക്ഷിക്കണം, അതിന്റെ ഒരു ഘടന ഉണ്ടായിരിക്കണം എന്ന് ആരാണ് പറയുന്നത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1953. ഓക്കെ, അപ്പോ അവര് പറയുമ്പോ തന്നെ നമുക്കറിയാം അതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടല്ലേ, അല്ലെ? അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടല്ലേ അതിനകത്ത് അത് മെൻഷൻ ചെയ്യുന്നേ എഡ്യൂക്കേഷൻ കമ്മീഷനിൽ. ഓക്കെ, ഓക്കെ. നേച്ചർ ഓഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് വായിച്ചിട്ട് വരും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല മാം. ഇല്ല, ഡൗട്ട് ഒന്നുമില്ല അല്ലെ? അപ്പൊ നന്നായിട്ട് തന്നെ വായിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങള് വായിച്ചു കഴിഞ്ഞിട്ട് ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നിങ്ങളത് വായിച്ചു കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്താണ് ക്യാഷ് ബുക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞിട്ട് ക്യാഷ് ബുക്ക് എന്ന് എഴുതിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ? അതുകൂടാതെ അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതും കൂടി വായിച്ചിട്ട് തനിയെ നോട്ട് തയ്യാറാക്കാനായിട്ട് നോക്കുക. അപ്പൊ കുറച്ചും കൂടി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ ഒരു ചാപ്റ്റർ മൊത്തമായിട്ടും വായിച്ചിട്ട് വരിക. അതായത് ഈ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് തുടങ്ങി, നേച്ചർ ഓഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ് തുടങ്ങി ഇത് എന്ത് ചെയ്യുന്നത് വരെയും ഒന്ന് റീഡ് ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ ആണ്? എല്ലാവരും റെഡി ആണല്ലോ? ചെയ്യുമല്ലോ? ഓക്കെ. ഓക്കെ മാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓക്കെ മാം. മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.